ഹായ് കൂട്ടുകാരെ, 2024 നടന്ന SSLC ഫൈനൽ മാത്തമാറ്റിക്സ് എക്സാമിലെ നമ്മളുടെ ജിയോമെട്രി ആൻഡ് ആൽജിബ്ര എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യുലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്ക് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 28ാമത്തെ ചോദ്യമാണ്. ചോദ്യം നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കുക. ദ ക്വസ്റ്റ്യൻ ഓഫ് എ ലൈൻ ഈസ്, ലൈനിന്റെ ഇക്വേഷൻ ആണ് കേട്ടോ. ഇക്വേഷൻ question നല്ല equation of a line is 2x minus y minus 2 is equal to 0. Okay, 0 ആണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചു check whether the points 3,4 ഈ ലൈനിൽ വരുന്ന പോയിന്റ് ആണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ x ന് പകരം 3 എന്നും y ക്ക് പകരം 4 എന്നും ഇട്ട് കൊടുക്കണം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ 3 ഇട്ട് കൊടുത്താൽ ഇത് 6 ആയി മാറും. പിന്നെ ഈ 4 ഇവിടെ കൊടുത്താൽ 4 ഉം 2 കൂടെ കൂട്ടി വീണ്ടും ഒരു -6 വരും. 6 - 6 = 0. അത് ചോദ്യം കാണുമ്പോൾ എനിക്ക് മനസ്സിൽ ഞാൻ ചെയ്ത സാധനമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അന്നേരം തന്നെ ആൻസർ എഴുതാൻ പറ്റുമായിരുന്നു. എങ്കിലും ഞാൻ കാണിക്കാം. 2 × 3 - 4 - 2 = 6 അല്ലേ? -6 = 0. Therefore 3 - 4 is on the line. Okay. അടുത്ത ബി ചോദ്യം. Find the coordinates of the points where this line cuts the x and y axis. അപ്പോൾ x ആക്സിസിൽ നോക്കൂ, x ആക്സിസിൽ കട്ട് ചെയ്താൽ അവിടെ y വാല്യൂ 0 ആയിരിക്കണം. ഓക്കെ, let y = 0. അപ്പോൾ x ആക്സിസിൽ കട്ട് ചെയ്യുമ്പോൾ ഉള്ള പോയിന്റ് നമുക്ക് നോക്കാം. 2x, പിന്നെ ഇവിടെ y ഇല്ല, y 0 എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് x ആക്സിസ് ആണ്. x ആക്സിസിലെ പോയിന്റ്. അപ്പോൾ 2x = 0 എന്നും x = 2x - 2 = 0 എന്നും. അപ്പം 2x - 2 = 0 ആവണമെങ്കിൽ x ന്റെ വാല്യൂ 1 ആയി വരും. ഓക്കെ, അതായത് 2 - 2 0 ആവണമെങ്കിൽ. സോ x ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. നമുക്ക് 1, 0 എന്ന് എഴുതാം. x ആക്സിസിലെ പോയിന്റ് 1, 0. അതേപോലെ y ആക്സിസിലെ പോയിന്റ്, y ആക്സിസിലാണെങ്കിൽ അവിടെ x 0 ആയിരിക്കും. let x = 0. y ആക്സിസ് എത്രയാണ്? അവിടെ x ഇല്ലേ, പിന്നെ y യേ ഉള്ളൂ. അപ്പോൾ -y - 2 = 0. ഓക്കെ, ഇത് കോമൺ ആയിട്ട് മൈനസ് എടുത്താൽ ഡിലീറ്റ് ആയി പോകും. അല്ലെങ്കിൽ ഈ -y എടുത്ത് അപ്പുറത്ത് കൊണ്ടുവരുന്നത് കേട്ടോ. y = -2. y = എത്ര കിട്ടും? -2. സോ അപ്പം ഇവിടെയാണ് പോയിന്റ് വരുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ കിട്ടും? 0, -2 എന്ന ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? y = ഓക്കെ. സംഭവം സിമ്പിൾ ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്തിരുന്നോ എന്തോ?